ചണ്ടാളബാവയും നാഗസൈരന്ധ്രയും കൂടി ഒരു വേദിയിൽ വന്നത് എല്ലാവരെയും ശരിക്കും പറയുകയാണെങ്കിൽ ഹാലിളക്കിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇവരാണോ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാർ? ഇവരാണോ കേരളത്തിലെ ജനതയോട് ഏറ്റവും അധികം അനീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ? ഇത്രയധികം ദ്രോഹിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്ത് കുറ്റങ്ങളാണ് ഇവർ കേരള ജനതയ്ക്ക് ചെയ്തിട്ടുള്ളത്? ഇവിടെ സാമൂഹിക ജീവിതം മുഴുവനും ഇവരെ കുഴപ്പത്തിലാക്കിയോ? എന്ത് പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ചണ്ടാളബാവ എന്ന് പറയുന്ന ആളെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ടോക്കുകളൊക്കെ കുറേ നാളുകളായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, മനസ്സിൽ വളരെയധികം വ്യക്തതയുള്ള ഒരു മനുഷ്യനാണെന്നാണ്. വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട്, വളരെ ആധികാരികമായിട്ട്, യാതൊരു തപ്പലുമില്ലാതെ അദ്ദേഹം സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ അനുഭവത്തിൻ്റെ ഒരു തീച്ചൂള ഉണ്ടെന്നുള്ള കാര്യത്തിൽ അന്നേ എനിക്ക് ഉറപ്പായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഇദ്ദേഹം കടന്നു വന്ന തീക്ഷ്ണമായിട്ടുള്ള വഴികളെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ബിജു നാരായണൻ എന്ന് പറയുന്ന ITI കഴിഞ്ഞ ഒരു വ്യക്തി താന്ത്രിക വിദ്യയിലുള്ള താല്പര്യപ്രകാരം കേരള ഗവൺമെൻറ് തന്നെ നടത്തുന്ന താന്ത്രിക വിദ്യാപീഠത്തിൽ പോയി പഠിച്ചിട്ട് താന്ത്രിക ആചാര്യനായിട്ട് വന്നിട്ട് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ശാന്തിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാതിരുന്നു. അദ്ദേഹം ഒരു ദളിത കുടുംബത്തിൽ ജനിച്ച ആളാണ്. ചെർമ എന്ന് പറയുന്ന ഒരു ദളിത കുടുംബത്തിൽ ജനിച്ച ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാതെ ആസിഡ് ഒഴിക്കുകയും കത്തികൊണ്ട് കുത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ശരിയായിട്ടുള്ള ഒരു ധർമ്മത്തിലേക്ക് അദ്ദേഹം തിരികെയാണ് ചെയ്തത്. പണ്ട് നമ്മളെ സംസ്കാരത്തിലുണ്ടായിരുന്ന താന്ത്രിക വിദ്യയിലെ ഒരു വിഭാഗമായിട്ടുള്ള കൗളമാർഗത്തിൽ അദ്ദേഹം ആഴത്തിലുള്ള അറിവ് നേടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനനുസരിച്ചുള്ള ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യവും അവർക്ക് ഉണ്ട്. അതാരെയും ദ്രോഹിക്കുന്നതല്ല, അതാർക്കും ഒരു കുഴപ്പവും ഉണ്ടാക്കുന്നതല്ല. ഒരു അമ്പലത്തിലെ സ്വർണം അവർ മോഷ്ടിച്ചിട്ടില്ല, ഒരാൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഇവിടെ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല, ഒരു സ്ത്രീയെയും പീഡിപ്പിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? അദ്ദേഹം കറുത്ത വസ്ത്രമിടുന്നത് കൊണ്ടാണോ? കറുത്ത വസ്ത്രമിടുന്നത് ഇത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? വേടൻ കറുപ്പല്ലേ ഇടുന്നത്? എന്നിട്ട് വേടനെ ഇവിടെ പൊക്കിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരാണ്? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇദ്ദേഹം സവർണരെ ആരെയും അധിക്ഷേപിക്കുന്നില്ല. അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഒരു അപകർഷതാബോധവുമില്ല. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ്, വളരെ ആധികാരികമായിട്ടാണ്, വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് തൻ്റെ രീതികളെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ഇവിടെ വേടനും വിനായകനുമൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കുന്ന സമയത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വ്യക്താക്കളെ ഒന്നും ഇവിടെ കാണുന്നില്ല. അതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം. അവരാരും ഇക്കാര്യത്തെക്കുറിച്ചിട്ടൊന്നും മിണ്ടുന്നേയില്ല. ഇദ്ദേഹത്തെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഒരു ആൾ പോലും ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? നമ്മുടെ ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു താന്ത്രിക വിദ്യയെ ഉയർത്തിക്കൊണ്ട് വന്നതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? ഇവിടെ ദിവസവും കോടിക്കണക്കിന് കോഴികൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോഴികൾ ഇവിടെ അരിഞ്ഞു തള്ളപ്പെടുന്നുണ്ട്. അതിലാർക്കും ഒരു പ്രശ്നവുമില്ല. വർഷത്തിൽ ഒരിക്കൽ ഒരു കോഴിയെ ദേവിക്ക് ആചാരപ്രകാരം ബലി കൊടുത്താൽ അതായി ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇതിൻ്റെ പുറകുള്ള യുക്തി എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇത് നിയമം മൂലം തടയപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇവിടെ മനുഷ്യനെ ആരെയും കുരുതി കൊടുത്തില്ലല്ലോ. എല്ലാ ദിവസവും കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴിയല്ലേ ബലി കൊടുത്തുള്ളൂ. അത് അവരുടെ വിശ്വാസപ്രകാരം, അത് ഒരു ദിവസം മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് അതിന് ഇത്ര ഹാലുകൾ കണ്ട ഒരു കാര്യം എന്താണ്? അപ്പം അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമില്ലേ? സ്വന്തമായിട്ട് കറുപ്പിടാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ അദ്ദേഹത്തിനോട് അത്ര ദേഷ്യമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു വേദിയിലേക്ക് വിളിക്കൂ, അദ്ദേഹത്തുമായിട്ട് സംവാദം നടത്തി തോൽപ്പിക്കൂ. അതല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് അധിക്ഷേപിക്കുന്നതിൻ്റെ അകത്ത് എന്താണ് കാര്യം? ഇനി നാഗസൈരന്ധ്രയെ കൂട്ടത്തിൽ ഇരുത്തിയതാണെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ അവരോട് പറയുന്നവരോടൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ മറുപടി പറയുന്നുണ്ട്. അതായത് ചെവി അടപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് അവർക്കറിയാം. അപ്പം ഇത് ആ രീതിയിലായത് എങ്ങനെയാണ്? എത്രയോ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് നാഗസൈരന്ധ്രി എന്നുള്ള പേരിലേക്ക് ഈ ഒരു സ്ത്രീ മാറിയത്. അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശമില്ലേ ഇവിടെ? എന്തിനായിട്ടാണ് അവരെ ഇങ്ങനെയായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വിവാദങ്ങൾ കൊണ്ട് ഇവർക്ക് വലിയ ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവരെക്കുറിച്ചിട്ട് അറിയാനും ഇവരെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനുമുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചണ്ടാളബാവ എന്ന് പറയുന്ന ബിജു നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്കും അതോടൊപ്പം തന്നെ നാഗസൈരന്ധ്രിക്കും ഒക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവരെ ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല, അവരെ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. എന്തിനാണ് എല്ലാം തികഞ്ഞ ആൾക്കാരാണോ, എല്ലാ അറിവുള്ളവരാണോ ഇവരെക്കുറിച്ചിട്ട് ഇവർ ചെയ്യുന്നതൊക്കെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാം തികഞ്ഞ ആൾക്കാരാണോ? കൂപ മണ്ഡൂകങ്ങളെ പോലെ കിണറിൽ കിടക്കുന്നവരല്ലേ എല്ലാവരും? സ്വന്തം അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊന്ന് കേൾക്കൂ. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭാഷണങ്ങൾ ഫേസ്ബുക്ക് അദ്ദേഹത്തിൻ്റെ പേജിലുണ്ട്. ഇതൊക്കെ കേൾക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് യുക്തിക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹവുമായിട്ട് സംവദിക്കൂ, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. എന്നിട്ട് തെറ്റാണെങ്കിൽ എതിർക്കൂ. ഇത് ആദ്യം കാണുമ്പോൾ തന്നെ ഇതെന്താണെന്ന് മനസ്സിലാവാതെ കിടന്നുകൊണ്ട് ചിലച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ആർക്കാണ് ഗുണം? ഇവിടെ സത്യം പറയുകയാണെങ്കിൽ നാഗസൈരേന്ദ്രയെ പോലുള്ളവരെ ഇങ്ങനെ അവരെ വെറുതെ പ്രകോപിതനാക്കാൻ വേണ്ടിയിട്ട് മോശം വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്വയം വിഡ്ഢിയാകുക എന്നല്ലാതെ വേറെ എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഒറ്റപ്പെട്ടു പോയി ഇവരെ കൂട്ടത്തിൽ നിർത്തിയതാണോ ഈ ചണ്ടാളഭാവ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്? ചണ്ടാളഭാവയ്ക്കും നാഗസൈരേന്ദ്രയ്ക്കുമുള്ള വലിയൊരു പിന്തുണ ഞാൻ അറിയിക്കുകയാണ്. ഉറപ്പായിട്ടും അവർ ശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ. സത്യം മനസ്സിലാക്കിയിട്ടുള്ളവർ, ഒരു നല്ല കുറേ ആൾക്കാരുടെ ഒരു പിന്തുണ ഉറപ്പായിട്ടും അവരുടെ പുറകിലുണ്ട്.